കിജുവിനെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് ഇന്നെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ കോഫി വേണമെന്ന് മിസ് പാർക്ക് ചോദിക്കും. ലേറ്റ് ആയില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ള പറയുമ്പോൾ എന്തായാലും കിജുവിനെ ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ, നല്ല എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് മിസ് പാർക്ക് അവളുടെ അടുത്ത് പറയും. ഇന ചുറ്റുപാടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മിസ് പാർക്കിന് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ റിലേഷൻ ഒന്നും ഇല്ല. എനിക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് മാറി താമസിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അങ്ങനെ റിലേഷനിലൊന്നും അല്ല, പക്ഷെ കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ ഡേറ്റ് ചെയ്തിരുന്നു എന്ന് അവൾ പറയും. അതൊന്നും പ്രശ്നമില്ലാന്ന രീതിക്ക് ഇനെ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ബോധവായിട്ടാണെന്ന് മിസ് പാർക്കിന് മനസ്സിലാവും. ഹാങ് ഓവർ ഉള്ളത് കൊണ്ട് പിറ്റേ ദിവസം കീജുൻ കാർ എടുക്കുന്നില്ല. ടാക്സിയിൽ മിസ് പാർക്കിന്റെ കൂടെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. അവന് തലേദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഞാൻ ഇന്നലെ എങ്ങനെയാണ് വീട്ടിൽ വന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. ഇയാൾ എന്തായാലും വീട്ടിലെത്തിയല്ലോ, കണ്ടീഷൻ വളരെ മോശമായിരുന്നു എന്ന് ഞാൻ പറയാമെന്ന് മാത്രം അവൾ പറയുന്നുണ്ടേ. എത്ര ബോധമില്ലെങ്കിലും വീട്ടിലേക്കുള്ള വഴി ഞാൻ മറക്കാറില്ല എന്ന് അവൻ മറുപടിയും കൊടുക്കും. രണ്ടുപേരും കൂടി ഒന്നിച്ച് ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പേ നിർത്താനായിട്ട് കീജുൻ പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ അതൊന്നും സാരമില്ല, നമുക്ക് ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇറങ്ങാമെന്ന് മിസ് പാർക്ക് പറയും. അവനതില് അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നുമില്ല. അവർ ലിഫ്റ്റിലേക്ക് കയറാൻ വരുമ്പോൾ ഇന്ന ലിഫ്റ്റിനകത്തുണ്ട്. ഇവൻ സന്തോഷത്തോടെ ചെന്ന് ഗ്രീറ്റ് ചെയ്യും. ഇന്നലെ വീട്ടിലൊക്കെ നേരത്തെ എത്തിയോ എന്ന് ചോദിക്കും. എന്താണ് സംഭവിച്ചതെന്ന് അവനൊരു പിടിയില്ലല്ലോ. ഇനടുത്ത് സംസാരിക്കാനായിട്ട് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ് പാർക്ക് ഇവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ടൈ ഒക്കെ നേരെയാക്കി കൊടുക്കും. ഇവളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൻ ഓർക്കും. അന്നേരത്തേക്ക് അവരുടെ ഫ്ലോർ എത്തും. ഇന ഇറങ്ങിപ്പോകും. ഇവൻ അന്നേരം തിരിഞ്ഞ് അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. എന്തിനാണ് ഇനയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്റെ ടൈ ഒക്കെ നേരെയാക്കി തന്നതെന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. ഇവള് മറുപടി ഒന്നും പറയാതെ ചിരിക്കുക മാത്രം ചെയ്യും. ഫേമസ് ആയിട്ടുള്ള സിംഗറും ആക്ടറും ആയിട്ടുള്ള PK ഹെമു കോർപ്പറേഷന്റെ മോഡലാണ്. PKയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് പിന്നീട് കാണിക്കുന്നത്. ഫോട്ടോഷൂട്ട് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ മാനേജറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. PK അവിടെ നിന്ന് കാറിൽ വരുമ്പോൾ കൂടെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ആ കുട്ടിയുടെ മുഖം കാണിക്കുന്നില്ല. ഇവര് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ ആരോ വന്നിട്ട് ഫോട്ടോ എടുക്കും. അത് കാണുമ്പോൾ അവന് ദേഷ്യം വരും. അയാളെ ചേസ് ചെയ്ത് പുറകെ പോകും. ആ ആളെ എന്ത് വന്നാല് കാർ നിർത്തുന്നില്ല. ഇവൻ സ്പീഡിൽ ഓടിച്ചിട്ട് പുറകെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ആക്സിഡന്റ് ആവും. പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യും. എല്ലായിടത്തും ന്യൂസ് ഒക്കെ വരും. എല്ലാവരും അവനെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ തുടങ്ങും. ഇവരുടെ കമ്പനി അവനെ മോഡൽ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള ഡിസ്കഷൻ ഒക്കെ നടന്നു. ജയോളും വൈഫും തമ്മിൽ നല്ലൊരു റിലേഷൻ അല്ല. ജയോളിന്റെ വൈഫ് ഒരു ആൽക്കഹോളിക് ആണ്. അന്നത്തെ ദിവസം ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ഉള്ളത് കൊണ്ട് കുടിക്കാൻ പാടില്ല എന്ന് ജയോള് ഒരു മാസം കൊണ്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി അതൊന്നും ശ്രദ്ധിക്കാതെ രാവിലെ മുതൽ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് അവര് വഴക്കാവും. നീ ആൽക്കഹോളിക് ആണ്, നിനക്ക് ചികിത്സയാണ് വേണ്ടതെന്ന് അവൻ പറയുമ്പോൾ വൈഫ് അവനെ കളിയാക്കി ചിരിച്ചിട്ട് ഇയാളുടെ അമ്മയെ പോലെ ഞാൻ ആയിത്തീരും എന്നാണോ ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞ് പരിഹസിക്കും. അവനൊന്നും ഇടാതെ ദേഷ്യത്തിൽ അവളെ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചിട്ട് കുടിച്ചുകൊണ്ടിരുന്ന കുപ്പി എടുത്ത് ഏറ് കൊടുക്കും. അവൻ മാറിയതുകൊണ്ട് മാത്രമാണ് ദേഹത്ത് കൊള്ളാത്തത്. അത് താഴെ വീണ് പൊട്ടും. അവൻ തന്നെയാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഗ്ലാസ് പീസസ് ഒക്കെ കൊണ്ട് അവന്റെ കൈയൊക്കെ മുറിയും. കീജുന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവനെ കല്യാണം ക്ഷണിക്കും. അന്ന് നടന്ന സംഭവത്തിൽ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യും. ഈ കുട്ടി മാർക്കറ്റിംഗ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. PKയുടെ കാര്യങ്ങൾ കാരണം ആകെ ഹെക്ടിക് ആണെന്ന് കീജുണിന് അറിയാം. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോഡലിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ സാധാരണ അങ്ങനെയാണ്, പക്ഷെ ഇപ്രാവശ്യം അത് വേണ്ടെന്നാണ് ടീം ലീഡർ പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം PKയെ മോഡൽ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആലോചിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് അവൾ പറയും. സാധാരണ അങ്ങനെയല്ല, അത് എന്തുകൊണ്ടാണെന്ന് കീജുൺ ആലോചിക്കും. അന്നേരമാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത്. കല്യാണത്തിന് വരാമെന്നൊക്കെ പറഞ്ഞ് അവൻ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അന്നേരം തന്നെ ഇനയുടെ കൂടെ ചെല്ലും. ഓഫീസ് ടൈമിൽ കോഫി ബ്രേക്ക് എടുക്കാനൊക്കെ ഇയാൾക്ക് സമയമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്യുന്നത്. എനിക്ക് PKയുടെ കേസിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ സംശയം അവൻ ഇനിയുമായിട്ട് ഷെയർ ചെയ്യും. PKയെ കുറിച്ച് ഇയാൾക്ക് മുൻവിധിയുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അത് ബയാസ്ഡ് ആയിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്തതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇന അവനെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ബാക്കിയുള്ള മോഡൽസുമായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് പറയും. പറയണ്ടായിരുന്നു എന്ന് അവന് തോന്നിപ്പോകും. മിസ് പാർക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കീജുൺ ഫുഡൊക്കെ വാങ്ങി തിരികെ ഓഫീസിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. ഇന്ന് ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ, എന്താ പ്രശ്നം എന്ന് അവൾ ചോദിക്കും. നീ എന്തിനാണ് എപ്പോഴും എന്നെ കാണുമ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. നിന്നെ ഇത് ഇത്ര ബോധർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ നീ അങ്ങനെ ഒളിക്കാനൊന്നും ശ്രമിക്കണ്ട, ഇനയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയും. അന്നേരമാണ് അവൻ ഒരു ഞെട്ടലോടുകൂടി എന്താണെന്ന് അന്വേഷിക്കുന്നത്. 2 ദിവസം മുമ്പ് നീ കുടിച്ച് ബോധമില്ലാതിരുന്നപ്പോൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഇനയാണ്.
നമ്മൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാന്ന് പറയുമ്പോൾ നീ ക്ലിയർ ആയിട്ട് നമുക്കിടയിൽ ഒന്നുമില്ല എന്ന് ഇനി അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കും. ഞാൻ കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ പണ്ട് ഡേറ്റ് ചെയ്തിരുന്നു എന്ന് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകും. അവനാകെ പാനിക്കാവും. കിജുവിനെ ഒറ്റയ്ക്ക് അതെല്ലാം കൂടി തീർക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇനിയും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. ഡിന്നർ കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് ഇവൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വേണ്ടെന്നാണ് അവൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഇനിയാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് അവൻ പറയുമ്പോൾ ശരിയാണ്, ഇയാൾ കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്ന് അവൾ ഒരു ഭാവ വ്യത്യാസം കൂടാതെ പറയും. ഞാനും മിസ്ബാക്കും ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂംസ് ഒക്കെ ഉണ്ട്, വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ കാണാറ് പോലും ഇല്ല, രണ്ടുപേരും ബിസി ആണല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് ആഗ്രഹമില്ല, കാരണം അത് താങ്കളുടെ പ്രൈവറ്റ് ലൈഫ് ആണല്ലോ എന്ന് അവൾ പറയും. ഇയാൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നമുക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷവും എന്റെ പ്രൈവറ്റ് ലൈഫിനെ പറ്റി അറിയാനായിട്ട് ഇയാൾക്ക് ആഗ്രഹമില്ലേന്ന് അവൻ ചോദിക്കും. അവളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് എനിക്കറിയണം എന്ന് അവൻ വീണ്ടും പറയുന്നുണ്ടേ. ഞാൻ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇയാള് എന്നോട് ചോദിച്ചത്. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്, അതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ ഇവിടെ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്, ഇയാൾ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കിജുവിന്റെ അടുത്ത് ഇനെ പറയും. ഒരുപക്ഷെ ഞാൻ ചോദിച്ചത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അത് ഇയാളുടെ പേഴ്സണൽ ലൈഫ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണോ അതോ ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതാണോ എന്നുള്ളത് ഒരു കാര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇയാള് ആരെ ഡേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കുമെന്ന് അവൻ എടുത്തു പറയും. അവന് രാത്രി മുഴുവൻ ഇരുന്ന് ആ 5 വർഷത്തെ ഫയൽസ് മുഴുവൻ പരിശോധിക്കും. ആദ്യമായിട്ട് അവനെ സൈൻ ചെയ്യുമ്പോൾ അവൻ ആരും അല്ലായിരുന്നു, ഒട്ടും ഫേമസ് അല്ലായിരുന്നു. എന്നിട്ട് പോലും വളരെ വലിയൊരു എമൗണ്ട് കൊടുത്താണ് അവനെ സൈൻ ചെയ്യിച്ചത്. അതിനുശേഷം കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി അവരുടെ ഏജൻസി വിസിറ്റ് ചെയ്യുകയും കുറെ ഒഫീഷ്യൽ മീറ്റിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയും വേണം. പക്ഷെ ആ വക കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കാര്യമായിട്ട് ആരോ എന്തോ ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സമയം കൊണ്ട് ഇന പി കെയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവൻ ജപ്പാനിലെ ഒരു ഹോട്ട് സ്പ്രിംഗ് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നെന്നും അവരുടെ കമ്പനിയിൽ നിന്ന് ഒരു എംപ്ലോയിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ട്രാൻസാക്ഷൻ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഒരു പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടേക്കാം എന്ന പേടി ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. യൂഷ്വലി കോൺട്രാക്ട് ഒക്കെ 1 വർഷത്തേക്കാണ് സൈൻ ചെയ്യാറ്, പക്ഷേ പി കെയുടെ കാര്യത്തിൽ അതെപ്പോഴും 3 വർഷത്തേക്കാണ് ചെയ്യുന്നതെന്നൊക്കെ ഇവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറേ ഒരുപാട് ആൾക്കാർ ആ സ്ഥലത്തേക്ക് പോകാറുണ്ട്, ഫേമസ് ആണ്. ഇത് ചിലപ്പോൾ യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എന്ന് കീജുൻ പറയുമ്പോൾ അവിടെ പോയത് ടീം ലീഡർ മിസ് ഹാൻ ആണെന്ന് ഇന പറയും. അങ്ങനെ അവര് മിസ് ഹാനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തും. കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു. ഞാൻ കൺവീനിയൻസ് സ്റ്റോറിലാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തത്, പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അവർ പറയും. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്, എനിക്ക് പോകാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ ഓൾറെഡി ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ടല്ല പോയതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ഒളിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ഞാനും പി കെയും ഡേറ്റ് ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം സമ്മതിക്കണമെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവർ വേറെ എന്തോ മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. അങ്ങനെ അവരെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവര് കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, ഹസ്ബൻഡിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു. ആകെ തിരക്ക് പിടിച്ച ഒരു ലൈഫാണ്. അതിനിടയ്ക്ക് അവർക്ക് ഡേറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അവരങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ജോലിയെ ബാധിക്കുമെന്ന് അവർക്കറിയാം. എന്നിട്ടും അങ്ങനെ പറയണമെങ്കിൽ അവർ കാര്യമായിട്ട് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് പി കെയുടെ കൂടെ ഒരു പെൺകുട്ടി കാറിലുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഇതുവരെ ആരും റിവീൽ ചെയ്തിട്ടില്ല, ആരാണെന്ന് ആർക്കും അറിയത്തില്ല. റിപ്പോർട്ടേഴ്സിനും കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല, അവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരു കാരണവശാലും മിസ്സാൻ അല്ല എന്ന് ഇവർ ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാര്യമായിട്ട് പി കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും മിസ്സാനില്ല. ഏതെങ്കിലും സ്പോൺസർ ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ ആരാണ് സ്പോൺസർ എന്ന് കണ്ടുപിടിക്കണം എന്നെല്ലാം ഇവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ടീമിലെ മിസ്യൂൺ അങ്ങോട്ടേക്ക് വരും. മിസ്യൂൺ എപ്പോഴും ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ലൂസ് ടോക്സിനൊന്നും പോകാറില്ല. പക്ഷെ ഇവർ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മിസ്യൂൺ അവരോട് പറയുന്നത് ഒരു കാരണവശാലും കല്യാണം കഴിഞ്ഞ 3 കുട്ടികളുടെ അമ്മയായ ഒരു ലേഡിയെ പി കെ ഡേറ്റ് ചെയ്യത്തില്ല. കാരണം ഇതുവരെ ഡേറ്റ് ചെയ്തേക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള കുറെ പെൺകുട്ടികളെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാം ലിസ്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ കാണും. തന്നെയല്ല അവരെല്ലാം ഷോർട്ട് ആയിരുന്നു, മിസ്സാൻ നല്ല പൊക്കമുള്ള ആളാണ്, ഒരിക്കലും അങ്ങനെ ഒരാളെ പി കെ ഡേറ്റ് ചെയ്യത്തില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയും.
അത്രയും ഡൈഹാർഡ് ഫാനായ ഒരാൾക്ക് പി കെയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാൻസിന്റെ ഇടയ്ക്ക് ഒരു സംസാരം ഉണ്ടാവുമല്ലോ. അന്ന് ആക്സിഡന്റ് നടന്നപ്പോൾ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഞങ്ങൾ. എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റോക്കർ ഫാൻ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ആക്സിഡന്റിന്റെ സമയത്തെ ഫോട്ടോസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടതെന്ന് മിസ് യൂൺ അവരോട് പറഞ്ഞു. അങ്ങനെ കീജൂൺ അയാളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസ് മുഴുവൻ തിരിച്ചു തന്നാൽ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ അതിന് വേറെ കോപ്പീസ് ഒന്നും എടുത്തിട്ടില്ല. എത്ര പ്രാവശ്യം പറയണം, നിങ്ങൾ എന്തിനാണ് ആളുകളെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പനിയിലെ ആളുകൾ എല്ലാവരും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കരയുന്നത്. അപ്പൊ ആരോ അയാളെ ഭീഷണിപ്പെടുത്തിയെന്ന് കീജൂണിന് മനസ്സിലാവും. ഏത് കമ്പനിയുടെ കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സെസാൻ ഗ്രൂപ്പ് ആണെന്ന് പറയും. ഇതേ സമയം തന്നെ മിസ് ഹാൻ ആരുടെയോ ഫോൺ വന്നിട്ട് എങ്ങോട്ടേക്കോ പോകുന്നതും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി റൂമിലേക്ക് കയറി പോകുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മെമ്മറി കാർഡ് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് മാത്രമേ ഉള്ളൂ, കോപ്പീസ് ഒന്നും ഇല്ലാന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്ന് പറയും. ആ റൂമിലുണ്ടായിരുന്നത് പി കെയും ജയോളിന്റെ വൈഫുമാണ്. അതുകൊണ്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ഇത്ര സീക്രട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സെസാൻ ഗ്രൂപ്പിന്റെ അവകാശിയാണ് ജയോളിന്റെ വൈഫ്. നിങ്ങളുടെ ഹസ്ബൻഡിനെ എത്രയും പെട്ടെന്ന് യൂറോപ്പിലെ ബ്രാഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മിസ് ഹാൻ്റെ അടുത്ത് ജയോളിന്റെ വൈഫ് പറയും. ശരിക്കും നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്ന് അവർ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞോ, അവരത് വിശ്വസിച്ചോ എന്നൊക്കെ കളിയാക്കി പി കെ ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മിസ് ഹാൻ കുട്ടികളെയും കൊണ്ട് പാർക്കിൽ കളിക്കാൻ വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇന അവിടെ ഉണ്ടാവും. അമ്മയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുമായിട്ട് ഒരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന മിസ് ഹാൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നത്. സെസാൻ ഗ്രൂപ്പിന് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അവര് എന്താണ് ഓഫർ ചെയ്തതെന്ന് അവൾ ചോദിക്കും. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് മിസ് ഹാനും മനസ്സിലാവും. യൂറോപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ആരും അറിയാതെ പൊക്കോളാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ ഒരു ടീം ലീഡറാണ്, 25ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതാണ്. നിങ്ങളുടെ എത്ര വർഷത്തെ ഹാർഡ് വർക്കാണ് യാതൊരു കാര്യമില്ലാതെ ഒന്നുമല്ലാതായി പോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരാളെ ഡേറ്റ് ചെയ്തു എന്നുള്ള ഒരു ചീത്തപ്പേരും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് യാതൊരു സങ്കടവും ഇല്ലെന്ന് ഇന അവരോട് ചോദിക്കും. അവര് അത് പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ അത് വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ അമ്മയെക്കുറിച്ച് നല്ല അഭിമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലി കൂടി അവരെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇന ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് യൂസ് ചെയ്യാം, എന്നെ ഒരു ഷീൽഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്ത് തുറന്നു പറയണമെങ്കിലും എന്നോട് പറയാം, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞാൻ കുട്ടികൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് ഇന മിസ് ഹാൻ്റെ അടുത്ത് പറയും. മിസ് എ ആണ് മോഡൽ ബി എ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മുടെ കമ്പനിയിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷെ നമ്മുടെ കമ്പനിയിലെ ഒരു എംപ്ലോയിയെ അവർക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് പറ്റി എന്നൊക്കെയാണ് മീറ്റിംഗ് വിളിക്കുമ്പോൾ കീജൂൺ പറയുന്നത്. ഇവിടെ മോഡൽ ബി എന്ന് പറയുന്നത് പി കെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഈ മിസ് എ ആരാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് സാങ്യോട് പറയും. എയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിനെ വരെ അത് ബാധിക്കും, അത് റിസ്കിയാണ്, അതിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പി കെയെ ഫയർ ചെയ്ത് കഴിഞ്ഞു എന്ന നേരം ഇന സാങ്യോളിന്റെ അടുത്ത് പറയും. നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ, ഇത് ഇത്ര സീക്രട്ട് ആയിട്ട് വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ ഇത്രയും എക്സിക്യൂട്ടീവ്സ് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ സാങ്യോള് വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കിനും ജയോളുടെ വൈഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആരാണ് ഇന എന്ന് ചോദിക്കും. ഇന എഴുന്നേക്കുമ്പോഴത്തേക്കിനും ഇവള് ദേഷ്യത്തിൽ ചെന്നിട്ട് ഇനയെ അടിക്കും. ആ സമയം കൊണ്ട് ജയോളും കീജൂണും അവളുടെ അടുത്തേക്ക് ചെല്ലും. കീജൂണാണ് പിടിച്ചു മാറ്റുന്നത്. വീണ്ടും അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ജയോള് വൈഫിന്റെ കയ്യിൽ പിടിക്കും. എന്നെ വിടാനായിട്ട് അവള് കിടന്ന് അലറുന്നുണ്ട്, പക്ഷെ ജയോൾ എന്ത് ചെയ്താ വിടത്തില്ല. അങ്ങനെ അകത്ത് ഭയങ്കര ബഹളം നടക്കുമ്പോൾ പുറത്ത് മിസ് പാർക്കും വേറൊരു അസിസ്റ്റന്റും ഉണ്ട്. ആ അസിസ്റ്റന്റ് എന്ത് പറയാനായിട്ട് വരുമ്പോഴത്തേക്കും മിസ് പാർക്ക് അകത്ത് നടക്കുന്ന ബഹളമൊക്കെ റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് ഇത്രയൊക്കെ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, ഇത് കണ്ണിൽ നിന്ന് നടിക്കായിരുന്നല്ലോ എന്നൊക്കെയാണ് ജയോളുടെ അടുത്ത് വൈഫ് ചോദിക്കുന്നത്. നിന്റെ അഫയേഴ്സിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിനക്കിത് രഹസ്യമായിട്ട് സൂക്ഷിക്കായിരുന്നു, എന്റെ ബിസിനസിനെ അഫക്റ്റ് ചെയ്യാതെ നോക്കാമായിരുന്നു എന്ന് ജയോള് തിരിച്ചു പറയും. അത് അവള് പ്രതീക്ഷിക്കുന്നില്ല, കാരണം സാധാരണ അവനെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പതിവ്. നിങ്ങൾ എല്ലാവരും ഡിസ്കസിങ് ആണ്, ഇതില് പൈസ ഒന്നും ഇൻവോൾവ് അല്ല, ഞാൻ അവന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇവള് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നീ നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി എന്ന് ജയോള് പറയുമ്പോൾ എന്റെ അച്ഛൻ ഇതെങ്ങനെ അറിയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഭീഷണി മുഴക്കും. അങ്ങനെയാണെങ്കിൽ അത് തന്നെ നീ പോയി ചെയ്തോളൂ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതൊന്ന് കാണട്ടെ എന്നാണ് ജയോള് നേരം പറയുന്നത്.
അത് അവൾക്കൊരു ഷോക്കാണ്. ഇപ്രാവശ്യം നീ ലൈൻ ക്രോസ് ചെയ്തു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ കുറെ നാളത്തേക്ക് മാറി നിൽക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ജയോള് പോകാനായിട്ട് തുടങ്ങും. സാധാരണ പോലെയല്ല, അവൾ എന്ത് പറഞ്ഞാലും ജയോൾ ഇപ്പൊ കേൾക്കാൻ പോകുന്നില്ല. അവളുടെ ടാൻട്രംസ് ഒന്നും വർക്ക് ആവാൻ പോകുന്നില്ല എന്ന് ജയോളുടെ വൈഫിന് മനസ്സിലാവും. അടികൊണ്ടിട്ട് ഇനയുടെ മുഖമൊക്കെ മുറിയും. മുറിവൊക്കെ ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത് കീജോണാണ്. അവൻ നോക്കുമ്പോൾ അവളുടെ കാലും മുറിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ ദിവസം മിസ് നോയുടെ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ സംഭവിച്ചതാണ്. അതും ഡ്രസ് ചെയ്ത് തരാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കത്തില്ല. ഇയാളൊരു മോഡലാണെന്ന് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? അപ്പൊ മുറിവൊന്നും പാടില്ലെന്നല്ലേ? ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇയാൾ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതെന്ന്? അതിന് ഉത്തരം ഞാൻ ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ട് അവൾ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും കുറെ എംപ്ലോയീസ് അങ്ങോട്ടേക്ക് വരും. അവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അവൾ പെട്ടെന്ന് അവിടുന്ന് പോകും. അവർ നോക്കുമ്പോൾ ഇവൻ അവിടെ തറയിലിരിക്കുകയാണ്. വീണ്ടും ഇനയടുത്ത് എന്തോ കാര്യത്തിന് വഴക്കായി അതിന് അവൻ ക്ഷമ ചോദിച്ചതാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അവനതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും സാങ്യോൾ അന്നേരം അങ്ങോട്ടേക്ക് വരുന്നതും അവളുടെ അടുത്ത് സിസ്റ്ററിലോയ്ക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നതൊക്കെ അവൻ കാണും. അന്നേരം മിസ് പാർക്ക് അങ്ങോട്ടേക്ക് വന്ന് അവൻ്റെ അടുത്ത് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം എന്ന് പറയും. വൈസ് പ്രസിഡന്റിന്റെ വൈഫ് ഒരു ക്രേസി സൈക്കോ ആണെന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാരെ കൊണ്ടും ഇത് സൈൻ ചെയ്യിക്കുന്നുണ്ടെന്ന് മിസ് പാർക്ക് അവൻ്റെ അടുത്ത് പറയും. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലല്ലേ, വൈസ് പ്രസിഡന്റിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരാളാണ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നത്തില്ലല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അതുകൊണ്ടാണോ വൈസ് പ്രസിഡന്റിനെ ഇഷ്ടമായതെന്ന് അവൻ അങ്ങോട്ടേക്ക് ചോദിക്കും. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അതെ, നിനക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് തന്നെയാണ് ഇന നിന്നെ ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് മിസ് പാർക്ക് പറയും. അതുപോലെ തന്നെ എനിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻ, എന്തെങ്കിലും സ്പെഷ്യൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ അന്നേരം തന്നെ അതിന് മറുപടി പറയാതെ ഇനി അന്വേഷിച്ച് ഓഫീസിലേക്ക് ചെല്ലുന്ന ഉടനെ അന്ന് ഹാഫ് ഡേ ലീവ് ആണെന്ന് അറിയും. അവനും ലീവ് പറഞ്ഞിട്ട് ഇറങ്ങും. എന്നിട്ട് ഇനെ വിളിച്ചു നോക്കും, പക്ഷെ കിട്ടത്തില്ല. ഇനയുടെ വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ സാങ്യോള് അവളെയും കൂട്ടി കാറിൽ പോകുന്നത് ഇവൻ കാണും. ഇനി ഒരു പക്ഷെ ആ ഫോട്ടോയിലുള്ളത് സാങ്യോൾ ആണോ എന്ന് അവന് സംശയം തോന്നും. അങ്ങനെ പുറകെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും അവരൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവൻ അവിടെ ലോബിയിൽ വെച്ചിട്ട് ഇനയെ പുറകേന്ന് വിളിക്കും. അവർ രണ്ടും കൂടി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും അബദ്ധം പറ്റിയതാണെന്ന് അവന് മനസ്സിലാവും. കാരണം അന്നേരത്തേക്ക് കമ്പനിയിലെ ബാക്കി എക്സിക്യൂട്ടീവ്സും ജയോളും മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കാണും. അവിടെ എന്തോ ഇവന്റ് നടക്കുകയായിരുന്നു. ഈ പ്രശ്നമൊക്കെ നടന്നതുകൊണ്ട് ഇനി അത് അറ്റൻഡ് ചെയ്യത്തില്ല എന്ന് ജയോളിന് ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാങ്യോളിനെ ഏൽപ്പിച്ചതാണ്. ആദ്യം സമ്മതിച്ചില്ല നീ പറഞ്ഞ കൂട്ട്, ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി നിർബന്ധിച്ചാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സാങ്യോള് ജയോളിന്റെ അടുത്ത് പറയുന്നതും ഇവൻ കേൾക്കും. ഇയാൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സാങ്യോള് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഇനയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ലഞ്ച് ടൈം ആണ്, കുഴപ്പമില്ല, നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇനെ അവന്റെ കൂടെ സാങ്യോള് പറഞ്ഞു വിടും. എന്ത് കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് ഇത്ര അത്യാവശ്യമായിട്ട് ഇത്രയും ദൂരം എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ഇന കീജുവിന്റെ അടുത്ത് ചോദിക്കും. അത് ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പൊക്കോളൂ എന്ന് ഇന പറയും. എന്തിനാണ് ധൃതി വെക്കുന്നത്? ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനാണെന്ന് അവൻ ചോദിക്കും. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മുഖത്ത് മുറിവൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവിടെ ആവശ്യമില്ലാത്ത റൂമേഴ്സ് സ്പ്രെഡ് ആവും, അതുകൊണ്ടാണെന്ന് അവൾ പറയും. നമുക്ക് പതുക്കെ ഫുഡൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോയാൽ മതി, ഇതാവുമ്പോൾ നമ്മൾ രണ്ടും കൂടിയുള്ള ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്ന് അവൻ പറയും. നേരത്തെ എന്നോട് പറയാൻ വന്നത് എന്താണെന്ന് ഫുൾ പറഞ്ഞില്ലല്ലോ, അതെന്തായിരുന്നു എന്ന് അവൻ എടുത്തു ചോദിക്കുമ്പോൾ മറന്നുപോയി എന്നാണ് ഇന പറയുന്നത്. ഫോട്ടോ എടുത്ത ആളെ കാണാൻ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ അന്നേരമാണ് ഇന എടുത്ത് പറയുന്നത്. അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇന വീഴാനായിട്ട് പോകും. കീജൂണാണ് അവളെ പിടിക്കുന്നത്. അവൾ വിടാനായിട്ട് പറയുമ്പോൾ ഇയാളാണ് ആദ്യം വീഴാൻ പോയതെന്ന് അവൻ ഓർമ്മിപ്പിക്കും. ശരിക്കും എന്താണ് എന്നോട് പറയാൻ പോയതെന്ന് ഇയാൾ മറന്നുപോയെന്ന് അവൻ ചോദിക്കും. എന്തിനാണ് ഇയാൾ കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ ഇങ്ങോട്ട് വന്നതിന്റെ റീസൺ എന്നോടും പറഞ്ഞില്ലല്ലോ എന്ന് ഇന ചോദിക്കും. ലീവാണെന്ന് അറിഞ്ഞ് അന്വേഷിക്കാൻ വന്നതാണ്, അന്നേരമാണ് സാങ്യോളിന്റെ കാറിൽ കയറി പോകുന്നത് കണ്ടത്. ഞാൻ തെറ്റിദ്ധരിച്ചു, അങ്ങനെയാണ് ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തിയതെന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് കീജൂൺ പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെയാണ് അവിടുന്ന് പോകുന്നത്. ഇനി അവിടുന്ന് ചെല്ലുന്ന ഒരു ക്ലോ മെഷീന്റെ അടുത്തേക്കാണ്. കുറെ പ്ലസ് ടോയ്സ് ഒക്കെ അവിടുന്ന് എടുക്കാനായിട്ട് പറ്റും. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാമെന്ന് കീജൂൺ അവളുടെ അടുത്ത് പറയും. ഒരു ബ്രൗൺ കളറിലെ ടെഡി ബെയർ ആണ് അവൾ കാണിച്ചു കൊടുക്കുന്നത്. അതിൽ കുറച്ച്
മെറ്റൽ ബാർസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എത്ര പ്രാവശ്യം നോക്കിയിട്ടും അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ ടെഡി ബിയർ അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ എത്ര പ്രാവശ്യം നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടോ നമ്മുടെ ഭാഗ്യമില്ലായ്മയോ ഒന്നുമല്ല. അതൊരു കാരണവശാലും നടക്കാനായിട്ട് പോകുന്നില്ല. നമ്മളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതൊരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. ഇയാളുടെ സുപ്പീരിയർ ആണ്. ഒരു കാരണവശാലും എൻ്റെ ജോലി റിസ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. തന്നെയല്ല, ഇയാൾക്ക് എന്നോടുള്ളത് പിറ്റിയോ ക്യൂരിയോസിറ്റിയോ ആണ്. ഇയാൾക്ക് ഇയാളുടെ ഫീലിങ്സിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ട്. അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട് ഇന അവനോട് പറയും. എന്റെ ഫീലിങ്സ് ഇയാൾ ഡിഫൈൻ ചെയ്യേണ്ടെന്ന് കീജൂൺ പറയുമ്പോൾ താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്ന് വന്ന സിമ്പതി കാരണമാണ് ഇയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് എന്നവൾ പറയും. അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും കാരണം വേണം. അതിപ്പോൾ ക്യൂരിയോസിറ്റി ആയാലും പിറ്റി ആയാലും അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതെല്ലാം സ്നേഹത്തിന്റെ വിവിധ വശങ്ങളാണെന്ന് കീജൂൺ പറയും. താനിനി എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇന അവിടുന്ന് പോകും. ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല, നമ്മൾ വീണ്ടും ജനിച്ചാൽ പോലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഇന പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അവിടെ നിന്നിട്ട് ആ ക്ലോ മെഷീനിൽ നിന്ന് ആ ടോയ് വിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എക്സിക്യൂട്ടീവ്സിന്റെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടായിട്ടില്ല. ഞാനാണ് മിക്കപ്പോഴും വഴക്കിന് ചെല്ലാറ്. പക്ഷെ എപ്പോഴും എന്നെ ജയിക്കാനായിട്ട് ജയോട് സമ്മതിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ സാങ്കൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അവരെല്ലാം തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന മാറിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് ജയോട് ശ്രദ്ധിക്കും. ജയോട് ചെന്ന് ഇതിനടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഇയാളുടെ വൈഫ് സ്ലാപ്പ് ചെയ്തതിനാണോ, അത് സാരമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഓക്കെ ആണെന്ന് അവൻ ചോദിക്കും. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടനെ മറുപടി കൊടുക്കും. കുറച്ചു നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ ജയോള് അവളുടെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് അവൾ കൈ മാറ്റി കളയുകയും അവനെ വിഷ് ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പക്ഷെ അവൻ പുറകെ ചെന്ന് അവളെ ഹഗ് ചെയ്യും. വിടാൻ പറഞ്ഞുകൊണ്ട് ഇന മാറാൻ ശ്രമിക്കുമ്പോൾ ജയോള് വീണ്ടും ഫോഴ്സ്ഫുള്ളി ഇനയെ ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾ മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവളെ വിടാനല്ലേ പറഞ്ഞതെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കീജൂൺ ആയിരിക്കും. അവൻ ഓടി വന്നിട്ട് ജയോളുടെ കൈ പിടിച്ചു മാറ്റി. ആ ക്ലോ മെഷീനിൽ നിന്ന് ആ പ്ലസ് ടോയും കൊണ്ടാണ് അവൻ വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇയാളല്ലേ പറഞ്ഞത് ചില കാര്യങ്ങൾ ഒരിക്കലും വർക്ക് ആകത്തില്ലെന്ന്. അത് അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ വർക്ക് ആവും. അത് തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് കീജൂൺ ഇതിനടുത്ത് പറയും.